ചോദ്യപേപ്പർ ചോദ്യത്തിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ക്രൈംബ്രാഞ്ച്. കെമിസ്ട്രി അധ്യാപകനായ പ്രതി ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രവചിച്ചത് ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയതിനാലാണ്. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പർ ചോർത്താൻ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നതായും സംശയം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചപ്പോൾ മിഥില ബാലൻ കോഴിക്കോട് വിശദാംശങ്ങളുമായി ചെയ്തു. മിഥില, ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ നിർണായക കണ്ടെത്തലുകളാണ്. അതായത് ചോദ്യപേപ്പർ ചോർത്താൻ സർക്കാർ ഉദ്യോഗസ്ഥരടക്കം അടങ്ങുന്ന അല്ലെങ്കിൽ അധ്യാപകരടക്കം അടങ്ങുന്ന ഒരു വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയാണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്ന് പറയുമ്പോൾ MS സൊല്യൂഷൻസിലോ ഷുഹൈബിലോ കൊണ്ട് എത്തിച്ചു നിർത്തേണ്ട അന്വേഷണമല്ല ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉണ്ടാകേണ്ടത്. അതിനപ്പുറത്തേക്ക് അതും കടന്ന് സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക്, സർക്കാർ അധ്യാപകരിലേക്ക്. അങ്ങനെ തന്നെയല്ലേ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് മിഥില? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. ഈ ഷുഹൈബിലോ ഈ MS സൊല്യൂഷനിലോ മാത്രം ഒതുങ്ങില്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ഈ ഒരു റിപ്പോർട്ട്. ഇന്നായിരുന്നു ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് ജാമ്യം നൽകുന്നതിന് എതിരെ പോലീസ്, അതായത് ക്രൈംബ്രാഞ്ച് സംഘം നൽകിയ ഒരു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് 24-ന് ലഭിച്ചിട്ടുള്ളത്. അതുപ്രകാരം ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. പ്രതിയും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോൾ കുറ്റകരമായ ഗൂഢാലോചനയാണ് നടത്തുന്നത്. ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ഒരു സംശയവും ക്രൈംബ്രാഞ്ച് ഈ ഒരു റിപ്പോർട്ടിൽ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ചോദ്യപേപ്പർ ചോർന്ന് കിട്ടി എന്നതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കെമിസ്ട്രി അധ്യാപകനാണ് ഷുഹൈബ്. കെമിസ്ട്രി അധ്യാപകനായ ഷുഹൈബിന് എങ്ങനെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറിൻ്റെ പ്രവചനം നടത്താൻ കഴിയും? അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ചോദ്യപേപ്പർ ചോർന്നു കിട്ടി എന്നുള്ളത്. മറ്റൊന്ന്, ഈ പ്രധാനമായും പറഞ്ഞൊരു കാര്യം, പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു കുറ്റകൃത്യത്തെക്കാളും ഏറെ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ നടന്നിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പങ്ക് കൂടി ഇതിൽ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ചോദ്യപേപ്പർ ചോർത്ത മാത്രമല്ല, മറിച്ച് പൊതുവിദ്യാഭ്യാസത്തിന്റെ സുതാര്യതയും അതിന്റെ വിശ്വാസ്യതയും പോലും തകർക്കുന്ന ചോദ്യപേപ്പർ ചോർച്ചയിൽ ഷുഹൈബിൽ അന്വേഷണം നിൽക്കില്ല. അതിനപ്പുറത്തേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുമപ്പുറത്തേക്ക് ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. എന്തൊക്കെയോ ഒളിച്ചു വെക്കാനാണ് ഒളിവിൽ തുടരുതെന്നും ക്രൈംബ്രാഞ്ച് പറഞ്ഞു വെക്കുന്നു. മിഥില ബാലനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.